ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കേരള ലോട്ടറിയുടെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ചു. ഇതിപ്പോൾ ഇന്നത്തെ റിസൾട്ടാണ്. 28/7/2024 ഞായറാഴ്ച ഇന്നത്തെ അക്ഷയ ലോട്ടറിയുടെ റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി സുഹൃത്തുക്കൾ കമൻറ്റിനകത്തൂടെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ലോട്ടറിയിൽ നിന്ന് പ്രൈസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലോട്ടറി ഒന്നാമത്തെ കാര്യം മിതമായിട്ട് മാത്രം എടുക്കുക. ലോട്ടറിയാണ്, നമ്മുടെ ഭാഗ്യമൊക്കെ ചേർന്നാലേ കിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ പ്രൈസുകൾ, നമ്മളെടുക്കുന്ന ടിക്കറ്റ് പ്രൈസിൽ വീഴുന്നില്ല, 5000 വീഴുന്നില്ല എന്നൊക്കെ കമൻറ്റ് നമുക്ക് കാണാറുണ്ട്. വീഡിയോയ്ക്ക് തരാം കമൻറ്റ് എല്ലാവരും മിക്ക സുഹൃത്തുക്കളും അയക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വന്ന 5000ത്തിൻ്റെ റിസൾട്ട് നോക്കിയാൽ ഏകദേശം അതിനുള്ള ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 8000ത്തിൻ്റെ ബ്ലോക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 8005, 8044, 8069. അപ്പോൾ ആ ഒറ്റ ബ്ലോക്കിൽ 5000 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 9202-നും 03-നും 5000 ഉണ്ട്. ആ ബ്ലോക്കിൽ 2500 അടുപ്പിച്ചടുപ്പിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം 9615-നും 9630-നും 5000 ഉണ്ട്. അത് രണ്ടും ഒരേ രണ്ട് നമ്പറുകളാണെങ്കിലും ഒരേ ബ്ലോക്കിനകത്ത് ഉൾപ്പെടുന്നതാണത്. അപ്പം നമ്മുടെ ബ്ലോക്ക്, അതായത് നമ്മളിപ്പം പല ആൾക്കാരും പല ബ്ലോക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പ്രൈസ് വീഴുമ്പം യാതൊരു കാരണവശാലും നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് ആ ബ്ലോക്കിൽ വീഴത്തില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇതിപ്പം ഈ ഒരു ദിവസത്തെ മാത്രം സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഈ ഒരാഴ്ച ചെക്ക് ചെയ്തിട്ട് നോക്കിയതാണ്. പക്ഷേ ഇന്നത്തെ മാത്രം ഒരു സംഗതി അല്ല ഇത്. ഈ ഒരാഴ്ച മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഉണ്ടോയെന്ന്. ഇപ്പോൾ ലോട്ടറി സെറ്റിങ്സ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഗസ്സിങ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ചാൻസുകൾ ഇടുന്നത്. അപ്പം ഇതിന് മുമ്പത്തെ, അതായത് ഇന്നലത്തെ റിസൾട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. 27/7 വന്നിരിക്കുന്ന റിസൾട്ടിനകത്ത് 5000ത്തിൻ്റെ നമ്പറിൽ നോക്കുക. അതിലും ഇതുപോലൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാം. 29-21-നും 5000 ആണ്, 29-27-നും 5000 ആണ്. അതായത് ഒരേ ബ്ലോക്കിൽ തന്നെ 5000 വന്നിട്ടുണ്ട്. അതിന് മുമ്പത്തെ റിസൾട്ട് നോക്കുക. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരേ ബ്ലോക്കിൽ, അതായത് 58-98-നും 5000 ആണ്, 58-99-നും 5000 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 27-69-നും 5000 ആണ്. അതിൻ്റെ ആ 27-ൻ്റെ തന്നെ അതിൻ്റെ മുകളിലും 5000 വേണ്ടിയിട്ടുണ്ട്. അതിന് മുമ്പത്തെ റിസൾട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുക്കുക. അതായത് 25-ാം തീയതിയിലത്തെ റിസൾട്ട് നോക്കുക. അതിനകത്ത് 5000-ത്തിനകത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇരുന്നപ്പോൾ നോക്കിയതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം 77-86-നും 5000 ആണ്, 77-96-നും 5000 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരേ ബ്ലോക്കിൽ 2-3 പ്രൈസുകൾ ഇങ്ങനെ വീഴുന്നതുകൊണ്ടാണ് നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റുകൾ ആ ഒരു ബ്ലോക്ക് അതിനകത്ത് വരത്തില്ല. കാരണം 18 നമ്പറാണ് 5000 ഉള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ടും ഒരേ ബ്ലോക്കിൽ തന്നെ 2-5000, 3-5000 വന്നാൽ നമ്മുടെ ബ്ലോക്ക് അവിടെ വരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് പ്രൈസ് ഒരു പരിധി വരെ കിട്ടാത്തത്. ഇത് സെറ്റിങ്സ് ഒക്കെയാണെന്ന് നമ്മളോട് ഒത്തിരി സുഹൃത്തുക്കൾ കമൻസിനകത്തൊക്കെ ഒന്ന് പറയാറുണ്ട്. ഇപ്പം നമുക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. സെറ്റിങ്സ് ആണോ അതോ അല്ലാതെ ലൈവായിട്ടാണ് എല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. അപ്പം ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ജസ്റ്റ് ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ ഇന്ന് കണ്ടപ്പം അതിൻ്റെ പ്രീവിയസ് റിസൾട്ടുകൾ ഞാനൊന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ അന്നേരമാണ് ഈ ഒരു കാര്യം കണ്ടത്. അതായത് ഒരേ ബ്ലോക്കിൽ തന്നെ ഇങ്ങനെ 2-3 5000 ഈ ഒരാഴ്ചയിൽ കാണാൻ സാധിച്ചു. അപ്പം ലോട്ടറി എടുക്കുന്ന സുഹൃത്തുക്കൾ കഴിയുന്നതും 1-2 ടിക്കറ്റൊക്കെ ആയിട്ട് എടുക്കുക. കാരണം ഒത്തിരി പൈസ കളഞ്ഞ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ഒത്തിരി പൈസ പോയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളാണ് എത്ര ലോട്ടറി എടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള നമ്മുടെ അവകാശമാണ്. അപ്പം പലർക്കും പ്രൈസ് കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് 1, 2, 3 ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അത് ചിലപ്പം പ്രൈസ് കിട്ടും, ചിലപ്പം പ്രൈസ് കിട്ടണമെന്നില്ല. അപ്പം ഇന്ന് ഞാനെടുത്ത നമ്പറിൽ ഒന്നും തന്നെ പ്രൈസ് വന്നിട്ടില്ല. കാരണം ഇങ്ങനത്തെ പ്രൈസുകളാണ് വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനെടുത്ത ഒരു പ്രൈസുകളും വന്നിട്ടില്ല. ഞാൻ പൂജ്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പക്ഷെ പൂജ്യങ്ങളത്തെ പോയിട്ട് തുടക്കം തന്നെ 2ൻ്റെ കളത്തെ കൂട്ടിയാണ് പ്രൈസ് വീണിരിക്കുന്നത്. 2ൻ്റെ ബ്ലോക്കെ കൂട്ടി
ആണ് സ്റ്റാർട്ടിങ് 5000-ൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും മിതമായിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഗസ്സിങ്ങുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. ബൈ.